കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയായ ലിയോ 14 ചുമതലയേറ്റിരിക്കുന്നു. ഔദ്യോഗിക സ്ഥാനാരോഹണ ചടങ്ങുകൾ മെയ് 18 ഞായറാഴ്ച ഇന്ത്യൻ സമയം 1:30 നടക്കും. കർദിനാൾ സംഘത്തിന്റെ ഡീൻ ജിയോവാനി ബാറ്റിസ്റ്റെ റേ ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കരുണയുടെ സുവിശേഷം ഉയർത്തിപ്പിടിക്കുമ്പോഴും കത്തോലിക്ക സഭയുടെ അടിസ്ഥാന മതബോധനത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ലിയോ 14 ആദ്യ കടന്നുവരവ്. കത്തോലിക്ക സഭയുടെ നിയമമനുസരിച്ച് കോൺക്ലേവിൽ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട ആൾ പുതിയ പേര് സ്വീകരിക്കുകയും ചെയ്താൽ ആ നിമിഷം തന്നെ അയാൾ പാപ്പയായി മാറും. അതിനാലാണ് വത്തിക്കാൻ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിലെത്തി പുതിയ പാപ്പ നഗരത്തിനും ലോകത്തിനുമുള്ള ആശീർവാദം നൽകുന്നത്. സ്ഥാനാരോഹണം എന്നത് ഒരു ചടങ്ങ് മാത്രമാണ്. ചരിത്രത്തിലാദ്യമായി ഒരു അമേരിക്കക്കാരൻ മാർപ്പാപ്പയായി ചുമതലയേൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അടക്കം എത്തേണ്ടതുണ്ട്. അതിനാലാണ് തീയതി പ്രഖ്യാപിക്കൽ നീണ്ടത്. പേരിൽ പോലും ആർക്കും പിടിതരാത്ത പ്രത്യേകതകൾ ഉയർത്തുന്നുണ്ട് ലിയോ 14. ചരിത്രത്തിൽ അസീസിയിലെ ഫ്രാൻസിസിന്റെ സന്തത സഹചാരിയുടെ പേര് ലിയോ എന്നാണ്. ഒപ്പം ഒരു നൂറ്റാണ്ടിന് മുൻപ് സാമൂഹിക നീതി വിഷയത്തിൽ കത്തോലിക്ക സഭയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റേരം നൊവാരം എന്ന ചാക്രിക ലേഖനം എഴുതിയ ആളാണ് 13 ലിയോ മാർപ്പാപ്പ. അതായത് സാമൂഹിക നീതിയുടെ വിഷയത്തിൽ ഫ്രാൻസിസിന്റെ നിലപാടുകളിൽ നിന്ന് വഴിമാറില്ലെന്ന് പറയാതെ പറയുന്നുണ്ട് പുതിയ മാർപ്പാപ്പ. എന്നാൽ ചുമതലയേറ്റ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട നിമിഷം പുതിയ പാപ്പ പറഞ്ഞ വാചകം കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രകാരനും സഭാപിതാവുമായ വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളായിരുന്നു. നിങ്ങൾക്കൊപ്പം കത്തോലിക്കനും നിങ്ങൾക്ക് വേണ്ടി മെത്രാപ്പൊലീത്തയുമാണ് ഞാനെന്ന്. അതായത് കത്തോലിക്ക സഭയുടെ ഘടനയിൽ ഒരു പൊളിച്ചെഴുത്തിനും താൻ തയ്യാറല്ലെന്ന പുതിയ പാപ്പയുടെ പ്രഖ്യാപനം കൂടിയാകാം ഈ വാചകം. ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ കത്തോലിക്ക സഭയെ കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ മാറ്റുക എന്ന കാഴ്ചപ്പാടാണ് ജെസ്യൂട്ടുകൾ പുലർത്തുന്നത്. പോപ്പ് ഫ്രാൻസിസ് ജെസ്യൂട്ട് സന്യാസിയായിരുന്നു. ദൈവശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ തത്വശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ കത്തോലിക്ക സഭയെ കാണുന്നവരാണ് അഗസ്റ്റീനിയൻ സന്യാസികൾ. ലിയോ 14 അഗസ്റ്റീനിയൻ സന്യാസിയാണ്. സഭാഭരണത്തിൽ അതിനാൽ ഫ്രാൻസിസിനേക്കാൾ ബെനഡിക്റ്റിനോട് ചേർന്ന് പോകുന്നതാകും ലിയോ 14 ഭരണം. കാരണം ബെനഡിക്റ്റ് 16 എന്ന കർദിനാൾ റാറ്റ്സിംഗറുടെ ദൈവശാസ്ത്രം വിശുദ്ധ അഗസ്റ്റിൻ്റേതായിരുന്നു. അതായത് കുടിയേറ്റം, അരികുവൽക്കരിക്കപ്പെട്ടവർ പ്രശ്നങ്ങൾ, LGBTQ+ സമൂഹത്തോടുള്ള സമീപനം എന്നതിൽ ഫ്രാൻസിസിൻ്റെ സന്തത സഹചാരിയായിരിക്കും ലിയോ. എന്നാൽ വനിതാ പൗരോഹിത്യം, സ്വവർഗവിവാഹം എന്നിവയിൽ ബെനഡിക്റ്റിൻ്റെ കാൽപ്പാടുകൾ ലിയോ പിന്തുടരും. സാന്റാ മാർത്തയിലെ ചെറുമുറിയിൽ നിന്ന് വത്തിക്കാൻ കൊട്ടാരത്തിൻ്റെ വിശാലതയിലേക്ക് പുതിയ മാർപ്പാപ്പ മാറും. കത്തോലിക്ക സഭ കെട്ടിലും മട്ടിലും പഴമയിലേക്ക് മടങ്ങും. കുടിയേറ്റം, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കൻ പാപ്പയും തമ്മിൽ ഏറ്റുമുട്ടിയേക്കും. ഒട്ടും നയതന്ത്ര പരിചയമില്ല പുതിയ പാപ്പയ്ക്ക്. കത്തോലിക്ക സഭയ്ക്കുള്ളിൽ മാത്രമേ പുതിയ പാപ്പ പ്രവർത്തിച്ചിട്ടുള്ളൂ. മെത്രാന്മാർക്കായുള്ള കാര്യാലയത്തിൻ്റെ മേധാവി എന്ന ചുമതല മാർപ്പാപ്പ സ്ഥാനത്തേക്കുള്ള ചവിട്ടുപടിയായി മാറി. പുതിയ മാർപ്പാപ്പ വന്നതോടെ പുതിയ കുരിയ നിലവിൽ വരും. ഇവരെ നിയമിക്കുക പാപ്പയാണ്. മെത്രാന്മാർക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന കാര്യാലയത്തിൻ്റെ ചുമതല കൂടി വഹിച്ചിരുന്ന ആളിൻ്റെ കൈവശം കഴിവുള്ളവരുടെയും വിശ്വസ്തരുടെയും ഒരു ലിസ്റ്റുണ്ട്. അതിനാൽ ബെനഡിക്റ്റിനും ഫ്രാൻസിസിനും സംഭവിച്ച പിഴവ് ലിയോയ്ക്ക് ഉണ്ടാവില്ലെന്നാണ് കരുതുന്നത്. എന്നാൽ പെറുവിലെ ഭരണകാലത്ത് വൈദികർക്ക് നേരെ ഉയർന്ന ലൈംഗിക ആരോപണ വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാട് ലിയോയെ കാലങ്ങളോളം വേട്ടയാടിയേക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.